അടുത്ത ചോദ്യങ്ങൾ കേരള നിയമസഭയെക്കുറിച്ചാവട്ടെ. കേരളത്തിൽ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്ന വർഷം 1957. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രിയായത് ആരാണ്? K. കരുണാകരൻ. ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായതോ? EK നായനാർ. തുടർച്ചയായി കൂടുതൽ കാലം മുഖ്യമന്ത്രിയായത്? C. അച്യുതമേനോൻ. കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മുഖ്യമന്ത്രി? C. അച്യുതമേനോൻ. കാലാവധി പൂർത്തിയാക്കിയ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി? K. കരുണാകരൻ. ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയോ? AK ആന്റണി 37 വയസ്സിൽ. കേരള മുഖ്യമന്ത്രിയായിരുന്നവരിൽ 19ാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക വ്യക്തി? പട്ടം താണുപിള്ള. കേരള മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച ശേഷം മറ്റൊരു സംസ്ഥാനത്ത് ഗവർണറായ ഏക വ്യക്തി? പട്ടം താണുപിള്ള. ഏറ്റവും കുറഞ്ഞ കാലം മുഖ്യമന്ത്രിയായിരുന്നതാരാണ്? CH മുഹമ്മദ് കോയ. ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായിരുന്നത്? EMS നമ്പൂതിരിപ്പാട്. കേരള മുഖ്യമന്ത്രിമാരിൽ 20ാം നൂറ്റാണ്ടിൽ ജനിച്ച ആദ്യ വ്യക്തി? R. ശങ്കർ. ഒന്നാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി? പട്ടം താണുപിള്ള. കൂടുതൽ കാലം മന്ത്രിയായ വ്യക്തി? KM മാണി. കൂടുതൽ കാലം മന്ത്രിയായ വനിതാ അംഗം? KR ഗൗരിയമ്മ. കേരള നിയമസഭ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം? KR ഗൗരിയമ്മ. കേരള നിയമസഭയിൽ അംഗമായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി? R. ബാലകൃഷ്ണപിള്ള. ഏറ്റവും കുറച്ചു കാലം നിയമസഭയിൽ അംഗമായിരുന്നത്? C. ഹരിദാസ്. ആദ്യമായി കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ച സ്പീക്കർ? AC ജോസ്. കൂടുതൽ പ്രാവശ്യം കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ച സ്പീക്കർ? AC ജോസ്. കൂടുതൽ കാലം സ്പീക്കറായിരുന്നത്? വക്കം പുരുഷോത്തമൻ. കേരള നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ മന്ത്രി ആരാണെന്നറിയാമോ? KR ഗൗരിയമ്മ. കൂടുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചത്? KR ഗൗരിയമ്മ. കൂടുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചത്? KR ഗൗരിയമ്മ. കേരള നിയമസഭയിൽ കൂടുതൽ കാലം ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നത്? RS ഉണ്ണി. ഇന്ത്യൻ പാർലമെന്റിന്റെ എല്ലാ സഭകളിലും അംഗമായ ഏക മലയാളി വനിത? അമ്മുസ്വാമിനാഥൻ. തിരുവിതാംകൂർ, തിരുകൊച്ചി, കേരളം എന്നീ ഭരണഘടകങ്ങളുടെ സാരഥ്യം വഹിച്ച ഏക വ്യക്തി? പട്ടം താണുപിള്ള. ഭരണഘടനയുടെ 356 വകുപ്പ് പ്രകാരം അധികാരം നഷ്ടപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി? EMS നമ്പൂതിരിപ്പാട്. കേരള നിയമസഭയിൽ കൂടുതൽ കാലം നോമിനേറ്റഡ് അംഗമായിരുന്നത്? സ്റ്റീഫൻ പാദ്വ. MLA, MP, മന്ത്രി, ഉപമുഖ്യമന്ത്രി, സ്പീക്കർ, മുഖ്യമന്ത്രി എന്നീ സ്ഥാനങ്ങൾ വഹിച്ച ഏക മലയാളി? CH മുഹമ്മദ് കോയ. കേരളത്തിലെ ആകെ നിയമസഭാ മണ്ഡലങ്ങൾ? 140. കേരളത്തിലെ ആകെ ലോകസഭാ മണ്ഡലങ്ങൾ? 20. ഇന്ത്യയിലും ഏഷ്യയിൽ തന്നെയും ആദ്യമായി ബാലറ്റ് പെട്ടിയിലൂടെ അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി? EMS നമ്പൂതിരിപ്പാട്. പിന്നോക്ക സമുദായത്തിൽ നിന്നും കേരള മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി? R. ശങ്കർ. കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മാർക്സിസ്റ്റ് മുഖ്യമന്ത്രി? EK നായനാർ. ഉപമുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച ശേഷം മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി? R. ശങ്കർ. മുഖ്യമന്ത്രിയായ ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി? EMS നമ്പൂതിരിപ്പാട്. ഒന്നിലധികം പ്രാവശ്യം മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി? EMS നമ്പൂതിരിപ്പാട്. കേരള മുഖ്യമന്ത്രിയായ ശേഷം കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായ വ്യക്തി? AK ആന്റണി. മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച ശേഷം ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തി? CH മുഹമ്മദ് കോയ. സ്പീക്കറായ ശേഷം മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി? CH മുഹമ്മദ് കോയ. രാജ്യസഭാംഗമായിരിക്കെ കേരള മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി? C. അച്യുതമേനോൻ. ഒരേ വർഷം ജനിക്കുകയും കേരള മുഖ്യമന്ത്രിമാരാവുകയും ചെയ്ത രണ്ട് വ്യക്തികൾ ആരൊക്കെയാണെന്നറിയാമോ? R. ശങ്കർ, EMS നമ്പൂതിരിപ്പാട്. ഇനി കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിൽ സ്ഥാനങ്ങൾ വഹിച്ചവരെ കുറിച്ച്. മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. ധനകാര്യമന്ത്രി C. അച്യുതമേനോൻ. വിദ്യാഭ്യാസം സഹകരണം ജോസഫ് മുണ്ടശ്ശേരി. ആരോഗ്യം ഡോക്ടർ AR മേനോൻ. വ്യവസായം KP ഗോപാലൻ. പൊതുമരാമത്ത് TA മജീദ്. ഭൂനികുതി എക്സൈസ് KR ഗൗരിയമ്മ. ഗതാഗതം തൊഴിൽ TV തോമസ്. നിയമം വൈദ്യുതി VR കൃഷ്ണയ്യർ. തദ്ദേശ സ്വയംഭരണം PK ചാത്തൻ. ഭക്ഷ്യം വനം KC ജോർജ്. ഇനി കേരളത്തിലെ പ്രസിദ്ധമായ ചില കേന്ദ്രങ്ങളെ കുറിച്ച് പറയാം. അവ ഏതെല്ലാം രീതിയിലാണ് പ്രസിദ്ധമായത് എന്ന് പറയണം. മാട്ടുപ്പെട്ടി, ഇന്തോ സ്വിസ് പ്രൊജക്ട്, നീണ്ടകര, ഇന്തോ നോർവീജിയൻ ടെർമിനൽ, കോട്ടയ്ക്കൽ, ആയുർവേദ നഗരം, ഇടപ്പള്ളി, കേരള ചരിത്ര മ്യൂസിയം, കുണ്ടറ, സിറാമിക്സ് ഫാക്ടറി, എടയ്ക്കൽ, പ്രാചീന ഗുഹ, മട്ടാഞ്ചേരി, ജൂതപ്പള്ളി ഡച്ച് പാലസ്, വർക്കല, ശിവഗിരി, ഏഴിമല, നാവിക അക്കാദമി, മണ്ണുത്തി, കാർഷിക യൂണിവേഴ്സിറ്റി ആസ്ഥാനം, തിരുനാവായ, മാമാങ്കം നടന്ന സ്ഥലം, കാസർഗോഡ്, എൻഡോസൾഫാൻ നാശം, നിലമ്പൂർ, തേക്ക് മ്യൂസിയം, തേക്കിൻ തോട്ടം, വൈക്കം, മഹാദേവ ക്ഷേത്രം, വൈക്കത്തഷ്ടമി, മരാമൺ, ക്രിസ്തുമത കൺവെൻഷൻ, കൊടുങ്ങല്ലൂർ, ആദ്യ മുസ്ലിം പള്ളി, അമ്പലമുകൾ, എണ്ണ ശുദ്ധീകരണശാല, മറയൂർ, ആദിമ ഗുഹാചിത്രങ്ങൾ, ചന്ദനക്കാട്, ബേക്കൽ, ശിവപ്പ നായിക്കന്റെ കോട്ട, തെക്കൻ,
1000 വർഷം പഴക്കമുള്ള കപ്പൽ കണ്ടെടുത്തത്. കാലടി. സംസ്കൃത യൂണിവേഴ്സിറ്റി ആസ്ഥാനം. കാപ്പാട്. വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയ സ്ഥലം. കടവല്ലൂർ. നമ്പൂതിരിമാരുടെ കടവല്ലൂർ അന്യോന്യം. മലയാറ്റൂർ. ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രം. ബോൾഗാട്ടി. കൊച്ചിയിലെ ദ്വീപ്. വല്ലാർപാടം. രാജ്യാന്തര കണ്ടെയ്നർ ടെർമിനൽ. ഇനി കാർഷിക ഉൽപാദനത്തിൽ മുൻപിൽ നിൽക്കുന്ന ജില്ലകളെക്കുറിച്ചാവട്ടെ. നാളികേരം, കോഴിക്കോട്. നെല്ല്, പാലക്കാട്. ഏലം, ഇടുക്കി. മരച്ചീനി, തിരുവനന്തപുരം. പുകയില, കാസർഗോഡ്. റബ്ബർ, കോട്ടയം. കാപ്പി, വയനാട്. കുരുമുളക്, ഇടുക്കി. തേയില, ഇടുക്കി. മധുരക്കിഴങ്ങ്, പാലക്കാട്. കരിമ്പ്, പാലക്കാട്. കടുക്, ഇടുക്കി. വെളുത്തുള്ളി, ഇടുക്കി. സുഗന്ധദ്രവ്യങ്ങൾ, ഇടുക്കി. നിലക്കടല, പാലക്കാട്. ഓറഞ്ച്, പാലക്കാട്. കശുവണ്ടി, കണ്ണൂർ. പരുത്തി. പാലക്കാട്. ഇനി ചില കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളെ കുറിച്ചാവാം. കേരള തോട്ടവിള ഗവേഷണ കേന്ദ്രം. കാസർഗോഡ്. കേരള കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം. തിരുവനന്തപുരം. കേരള കാപ്പി ഗവേഷണ കേന്ദ്രം. വയനാട്ടിലുള്ള ചൂണ്ടേൽ. കേരള ഏലം ഗവേഷണ കേന്ദ്രം. ഇടുക്കിയിലുള്ള പാമ്പാടും പാറ. കേരള നാളികേര ഗവേഷണ കേന്ദ്രം. കാസർഗോഡ്. കേരള കുരുമുളക് ഗവേഷണ കേന്ദ്രം. കണ്ണൂരിലുള്ള പന്നിയൂരിൽ. കേരള കശുവണ്ടി ഗവേഷണ കേന്ദ്രം. മലപ്പുറത്തുള്ള ആനക്കയം. കേരള കരിമ്പ് ഗവേഷണ കേന്ദ്രം. പാലക്കാടുള്ള മേനോൻപാറ. പത്തനംതിട്ടയിലുള്ള തിരുവല്ല. കേരള മത്സ്യ ഗവേഷണ കേന്ദ്രം. കൊച്ചി. കേരള നെല്ല് ഗവേഷണ കേന്ദ്രം. പട്ടാമ്പി, മണ്ണുത്തി, മങ്കൊമ്പ്, കായംകുളം. കേരള കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം. തൃശൂരുള്ള വെള്ളാനിക്കര. കേരള പുൽത്തൈല ഗവേഷണ കേന്ദ്രം. ഇടുക്കിയിലുള്ള ഓടക്കായി. കേരള കാർഷിക യൂണിവേഴ്സിറ്റി. തൃശൂരുള്ള മണ്ണൂത്തി. കേരള റബ്ബർ ഗവേഷണ കേന്ദ്രം. കോട്ടയം. കേരള സുഗന്ധവിള ഗവേഷണ കേന്ദ്രം. കോഴിക്കോട്. ഇനി ഞാൻ ചില പ്രശസ്തരുടെ പേരുകൾ പറയാം. അപ്പൊ അവരുടെ ജന്മസ്ഥലം ഏതാണെന്ന് പറയണം. ശ്രീനാരായണ ഗുരു, ചെമ്പഴന്തി, കുമാരനാശാൻ, കായിക്കര, രാജാ രവിവർമ്മ, കിളിമാനൂർ, ചങ്ങമ്പുഴ, ഇടപ്പള്ളി, എഴുത്തച്ഛൻ, തുഞ്ചൻ പറമ്പ്, കുഞ്ചൻ നമ്പ്യാർ, ഇള്ളിക്കുറിശിമംഗലം, ചട്ടമ്പി സ്വാമികൾ, കൊല്ലൂർ, ശങ്കരാചാര്യർ, കാലടി, വള്ളത്തോൾ, ദേശമംഗലം, വൈക്കം മുഹമ്മദ് ബഷീർ, തലയോലപ്പറമ്പ്, ഉണ്ണായി വാര്യർ, ഇരിങ്ങാലക്കുട, വൈലോപ്പിള്ളി ശ്രീധര മേനോൻ, കലൂർ, MS സ്വാമിനാഥൻ, വർക്കല, KR നാരായണൻ, ഉഴവൂർ, സഹോദരൻ അയ്യപ്പൻ, ചെറായി, G ശങ്കരക്കുറുപ്പ്, നായ്ത്തോട്, ചെറുശ്ശേരി, കുമ്പ്രനാട്, അയ്യങ്കാളി, വെങ്ങാനൂർ, പൂന്താനം, ഈഴാറ്റൂർ. അടുത്ത ചോദ്യങ്ങൾ കേരള നിയമസഭയെക്കുറിച്ചാവട്ടെ. കേരളത്തിൽ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്ന വർഷം 1950.